ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിശുദ്ധ ബാർബരയെ. ഈ വിശുദ്ധ ബാർബര സഭയുടെ ആദ്യ കാലഘട്ടത്തിലെ വിശുദ്ധയാണ്. ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും, ചില അമ്മമാർ പറയും, മക്കളെ ഇത് ഇടിമിന്നുന്നു, വിശുദ്ധ ബാർബരയോട് പ്രാർത്ഥിക്ക്. അങ്ങനെ ഇടിമിന്നലിന്റെ വിശുദ്ധയാണ്. ആധുനിക കാലത്തെ വിശുദ്ധരൊക്കെ അവരുടെ ചരിത്രത്തിൽ വിശുദ്ധ ബാർബരയെ ഓർക്കുന്നതായിട്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട്. വിശുദ്ധ ബാർബര പല വിശുദ്ധർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 1937 വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വിശുദ്ധ ബാർബര പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മകളെ, തുടർന്നുള്ള 9 ദിവസങ്ങളിലെ കുർബാനയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന്. അതായത് വിശുദ്ധ ബാർബര അറിയപ്പെടുന്ന അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയാണ്. പതിനാല് വിശുദ്ധര് അസാധ്യ കാര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധരായിട്ട് തിരുസഭയിൽ അറിയപ്പെടുന്നുണ്ട്. അതിലൊരു വിശുദ്ധയാണ് വിശുദ്ധ ബാർബര. വിശുദ്ധയുടെ ജീവിതത്തിലേക്ക്, വളരെ സാഹസികമായ മാതൃകാപരമായ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. AD 273 വിശുദ്ധ ബാർബര ജനിച്ചത്. മാതാപിതാക്കളുടെ ഏക മകൾ, പൊന്നോമന പുത്രി, വളരെയധികം ധനമുള്ള ഒരു കുടുംബത്തിലാണ് ബാർബര ജനിച്ചത്. അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, റോമൻ കാലഘട്ടം ആദ്യ കാലഘട്ടങ്ങളാണ്. സഭ ഉത്ഭവിച്ച് വരുന്നതേയുള്ളൂ, ക്രിസ്ത്യാനികള് തുടങ്ങിയിട്ടേ ഉള്ളൂ, ക്രിസ്തു മതത്തെക്കുറിച്ച് എല്ലായിടത്തും അറിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് റോമിലെല്ലാം നിലവിലിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള മതമാണ്, വിജാതീയ മതമാണ്, പെയ്ഗൺ മതമാണ്. അവർ അന്യദേവന്മാരെയാണ് ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പെയ്ഗൺ മതത്തിന്റെ കുടുംബത്തിലാണ് ബാർബര ജനിച്ചത്. ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടേയില്ല, കണ്ടിട്ടേയില്ല. തങ്ങളുടെ കുടുംബത്തിന് അഭിമാനം നൽകുന്ന പുത്രിയായിട്ട് ഈ മകൾ വളർന്നു വരണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ചു. അമ്മ പെട്ടെന്ന് മരിച്ചുപോയി. പിന്നെ അപ്പൻ തൻ്റെ പ്രിയപ്പെട്ട മകളായിട്ട് ഇവളെ വളർത്തിക്കൊണ്ടുവന്നു. രാജ്യത്തിൻ്റെയും പൊന്നാമന പുത്രിയാകണം. ആ കാലഘട്ടത്തിൽ അപ്പനും കേട്ടു, ഇവിടെ ക്രിസ്തുമതത്തെക്കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്, കുറച്ചു പേരൊക്കെ ക്രിസ്തുമതം സ്വീകരിക്കുന്നുണ്ട്, ആരൊക്കെയോ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നുണ്ട്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെയും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെയും ഒക്കെ കാലഘട്ടമാണത്. അപ്പൻ ഡയോസ്കോറസ് ഈ മകള് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവളെ ഒരു ടവർ പണിത് അതിനകത്താകുകയാണ്. ഇഷ്ടംപോലെ പൈസ ഉള്ളത് കൊണ്ട് എന്ത് വേണമെങ്കിലും ഇവൾക്ക് ഉണ്ടാക്കാം. ജോലിക്കാരോട് ഡയോസ്കോറസ് പറഞ്ഞു, നമ്മുടെ മകളെ ഈ ലോകത്തിന്റെ കോണ്ടാക്റ്റിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഉടനെ ഒരു ടവർ പണിയുക. പെട്ടെന്ന് പണിക്കാരെല്ലാവരും കൂടി ഒരു നല്ല ടവർ, നല്ല പൊക്കിയൊരു ടവർ പണിതു. ആ ടവറിൽ മോളെ അടച്ചു, ബാർബരയെ അടച്ചു. ഇനി നീ പുറത്തിറങ്ങരുത്, പുറത്താരുമായിട്ടും മിണ്ടരുത്, നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം ഞങ്ങൾ ഇതിലെ മുകളിലേക്ക് തന്നയച്ചേക്കാം, ആവശ്യമുള്ളതെല്ലാം തരാം, പക്ഷെ നീ ഒരു കാരണവശാലും മറ്റാരും പഠിപ്പിക്കുന്നതൊന്നും പഠിക്കരുത്. ഇത്രയും നിർദ്ദേശിച്ച ശേഷം ഇവളെ പെയ്ഗൺ മതത്തിന്റെ, ഇവരുടെ മതത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനു പറ്റിയ പുരോഹിതരെ ഈ ടവറിലേക്ക് വിടും. ആ കാര്യങ്ങൾ പഠിപ്പിക്കും, പെയ്ഗൺ മതത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കും. ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം ആ ടവറിൽ ഇങ്ങനെ സ്ഥാപിച്ചു, അവളുടെ കൺമുമ്പിൽ സ്ഥാപിച്ചു. ഇതിനെയാണ് ആരാധിക്കേണ്ടത്. ആ ക്രിസ്ത്യാനികൾ ഇന്നലെ മുളച്ചവര് അവരെന്തൊക്കെയോ പറയുന്നു, ക്രിസ്തുവെന്നോ അതൊക്കെ എന്താ പറയുന്നത്, അതൊന്നും നമുക്ക് പറ്റിയതല്ല, അതൊക്കെ വിവരമില്ലാത്ത ആൾക്കാരെന്തൊക്കെയോ വിശ്വസിക്കുന്നതാണ്, നീ അത് കേൾക്കേ വേണ്ട, ഇതാണ് നമ്മുടെ ദൈവം എന്നിവളോട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു. അതിനു വേണ്ട പഠനങ്ങൾ ഇവൾക്ക് കൊടുത്തു. എന്നിട്ട് ഇവരെല്ലാം പോയി കഴിയുമ്പോൾ വാതിൽ അടയ്ക്കും. ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു റോപ്പ് താഴേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ റോപ്പിൽ കൂടെ ഭക്ഷണം ഇങ്ങനെ കൊടുക്കും. അല്ലാത്ത സമയത്ത് ഇവളിങ്ങനെ പുറമേ ജനലിൽ കൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കും. പുറത്തേക്ക് നോക്കുമ്പോൾ വലിയ ജനലൊക്കെ ഉണ്ട്. ജനലിൽ നോക്കിയാൽ കാണാം നല്ല പ്രകൃതി ഭംഗി, നല്ല പുഴ, നല്ല സീനറികളെല്ലാം കാണുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വരികയാണ്,
എത്ര മനോഹരമാണ് ആ പ്രകൃതി. ആരാണ് ഇവയുടെ നാഥൻ? ഈ ജീവന്റെ എല്ലാം പിന്നിൽ ആരാണ്? എൻ്റെ ഈ ടവറിൽ ഇരിക്കുന്ന ഈ വിഗ്രഹത്തെ കണ്ടിട്ട് ഇത് ആരോ കൈകൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹമാണ്. മനുഷ്യരാൽ നിർമ്മിതമായ ഈ വിഗ്രഹത്തിന് ഇത്ര മനോഹരമായിട്ടുള്ളൊരു പ്രപഞ്ചം ഉണ്ടാക്കാനായിട്ടുള്ള കഴിവുണ്ടാകാൻ വഴിയില്ല. അപ്പോൾ ക്രിസ്ത്യാനിറ്റി ഒന്നും അധികം കേട്ടിട്ടില്ല ബാർബര. കുറച്ച് പേരിങ്ങനെ പറയുന്നത് ആ കാലഘട്ടത്തിൽ കേൾക്കാമെന്നല്ലാതെ ക്രിസ്ത്യാനിറ്റി എന്താണ്, അതിൻ്റെ വിശ്വാസം എന്താണ്, ക്രിസ്തു ആരാണെന്നൊന്നും ബാർബരയ്ക്ക് അറിയില്ല. പക്ഷേ ദൈവികമായ ചൈതന്യം, സ്വർഗം തന്നെ അവളുടെ ഉള്ളിലൊരു ജ്ഞാനം പകരുകയാണ്. അവളിങ്ങനെ അന്വേഷിക്കുകയാണ്, ദൈവമേ ഇത് ആരാണ് ദൈവമേ സത്യമായിട്ടുള്ള ദൈവം? എന്നെ പഠിപ്പിക്കണേ, എനിക്കത് അറിയണം. ആ ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഉള്ളിലെ ആത്മദാഹം ഇങ്ങനെ വർദ്ധിച്ചു വന്നു. അവളുടെ ഈ ഒരു ആഗ്രഹവും ദൈവത്തിൻ്റെ ഇടപെടലും ഒരുമിച്ചായി. ആ ഇടയ്ക്ക് ടവറിനടുത്തുകൂടെ ക്രിസ്തു പ്രചരിപ്പിക്കുന്നവർ അതിലെ കടന്നു പോകുന്നുണ്ട്. അവരും ഇത് കണ്ടു. അപ്പോൾ ഒരു ദിവസം അവർക്ക് തോന്നി, ഇതിൻ്റെ മുകളിൽ ആരോ ഉണ്ടല്ലോ, എന്നാ ഈ സഭയെക്കുറിച്ചുള്ള ഈ പുസ്തകം ഈ ടവറിലേക്ക് പോകുന്ന ഈ കൊട്ടയിലിരിക്കട്ടെ, കൊട്ടയിലാണ് ഭക്ഷണം അവൾക്ക് കയറ്റി കൊടുക്കുന്നത്, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചില പുസ്തകങ്ങൾ ഈ കൊട്ടയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ കയറ് വലിക്കുമ്പോൾ, ചരട് വലിക്കുമ്പോൾ ആ പുസ്തകം. അപ്പം അങ്ങനെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ബാർബറയുടെ കയ്യിൽ കിട്ടി. ബാർബറ ഇങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടു കൂടി വായിച്ചു. എൻ്റെ ദൈവമേ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണല്ലോ, ഇത് വായിക്കുമ്പോൾ എന്നിൽ അറിയാതെ ഒരു സന്തോഷം വരുന്നുണ്ടല്ലോ, ഒരു ചൈതന്യം വരുന്നുണ്ടല്ലോ, എനിക്കിനിയും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമല്ലോ. അങ്ങനെ അവൾ ആഗ്രഹിച്ചു. അവൾ അങ്ങനെ അറിയാവുന്നതെല്ലാം കിട്ടി. ദൈവം അങ്ങനെ യോജിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൻ ഇതൊന്നും അറിയണില്ല. വാതിലടയ്ക്കുന്നു, പോകുന്നു, ഇവിടെ സംഭവിക്കണം എന്താണെന്നൊന്നും അപ്പൻ അങ്ങനെ നോക്കുന്നില്ല. അപ്പന് ഭയങ്കര ധൈര്യമാണ്. ഇവള് വേറെ ഒന്നും അറിയുന്നില്ല, ഇവളാകെ ഈ പേഗൻസിനെ മാത്രമാണ്, അന്യദേവന്മാരെ മാത്രം അറിയുന്നത് എന്നുള്ളൊരു ഉറപ്പിലായിരിക്കണേ. അപ്പോൾ ഇവള് നല്ല മിടുക്കിയ, നല്ല ബുദ്ധിമതിയാണ്, എല്ലാ കഴിവുമുണ്ട്. അപ്പോൾ യുവത്വത്തിലേക്ക് ഇവള് വരികയാണ്. അപ്പോൾ അടുത്തുള്ളവർക്ക് ഇവളെക്കുറിച്ച് അറിയാം, മിടുക്കിയാണെന്നൊക്കെ. അപ്പോൾ കല്യാണാലോചനകൾ വന്നു തുടങ്ങി. അടുത്തുള്ള പ്രഭുക്കന്മാരുടെ മക്കള് ഇവളെ വിവാഹാലോചിച്ച് വന്നു തുടങ്ങി. അപ്പോൾ ഡയോസ്കോറസ് മോളോട് പറഞ്ഞു, ദേ നീ യുവതിയായിട്ട് വരികയാണ്, നിനക്ക് വിവാഹാലോചനകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഉടനെ വിവാഹം നടത്തണം. അപ്പോൾ ബാർബറ പറഞ്ഞു, അപ്പാ എനിക്ക് വിവാഹം കഴിക്കാനിപ്പോൾ താല്പര്യമില്ല. ഞാൻ ഇത്രയും നാൾ ഈ ടവറിൽ, ഇപ്പം എന്നെ കുറേ നാളായില്ലേ, 5-6 വർഷമായില്ലേ ഈ ടവറിൻ്റെ ഉള്ളിൽ, ഞാൻ മനുഷ്യരായിട്ടൊരു ബന്ധമില്ലല്ലോ. എനിക്കതുകൊണ്ട് മനുഷ്യരോടുള്ള ബന്ധങ്ങൾ കുറഞ്ഞു പോയി, എനിക്ക് വിവാഹം ഇഷ്ടമില്ല. അതുകൊണ്ട് ഇച്ചിരി കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് തുറന്നു വിടുക, ഞാനൊന്ന് ലോകം കാണട്ടെ. അപ്പം അപ്പനും വിചാരിച്ച ശരിയാ, ഇവൾക്ക് വിവാഹത്തിൻ്റെ താല്പര്യം പോയത് ഞാൻ ഇവളെ അടച്ചിട്ടത് കൊണ്ടാണ്, അതുകൊണ്ട് ഇവളൊന്ന് പുറം ലോകം കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവളെ ടവറിൽ നിന്ന് പുറത്തേക്ക് വിട്ടു. അപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഇവൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവൾക്ക് സന്തോഷമായി. ഇവളുടെ ആഗ്രഹം ഈ ക്രിസ്ത്യൻസ് പോണതിന് അവരെ കാണണം, ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് പഠിക്കണം, ക്രിസ്തു ആരാണെന്ന് പഠിക്കണം, എന്താണ് ഇതിലെ സത്യമെന്ന് അറിയണം, ആഴമറിയണം. അപ്പോൾ ഇടയ്ക്ക് വെച്ച് വഴിയിൽ വെച്ച് ക്രിസ്ത്യൻസിനെ കണ്ടു. ക്രിസ്ത്യൻ വേദം പ്രചരിപ്പിക്കുന്നവരെയും ക്രിസ്തുമതം സ്വീകരിച്ചവരെയും കണ്ടു. അവരോട് ചോദിച്ചത്, ആരത്, ക്രിസ്തു ആരാ, എന്താ ദൈവം? അപ്പോൾ അവരെല്ലാ വിശ്വാസ സത്യങ്ങളും പറഞ്ഞു കൊടുക്കും. ത്രിത്വമുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവരെല്ലാം കൂടിയ ഏകദൈവം, ഇതാണ് സത്യദൈവം, ക്രിസ്തുവാണ് സത്യദൈവം, ലോകത്തിൻ്റെ രക്ഷകനാണ്, ഇതാണ് സുവിശേഷ സത്യം, ഈ സുവിശേഷം പഠിക്കുക, സുവിശേഷത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെ പറഞ്ഞിട്ട് സുവിശേഷത്തിലെ കാര്യങ്ങളും കാണുന്നവര് ബാർബറയ്ക്ക് പറഞ്ഞു കൊടുക്കും. ബാർബറ ഇതെല്ലാം തീക്ഷ്ണതയിൽ കേൾക്കും. ചിലപ്പം ബാർബറ ഇങ്ങനെ നടക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി പങ്കുവയ്ക്കുന്നവരെ കാണുമ്പോൾ ചിലപ്പോൾ എതിരുള്ളവർ വരും. അപ്പം രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് ഒളിക്കും. ചിലപ്പോൾ വയലിലൂടെയൊക്കെ പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ഇവരെ കുറിച്ച് ഇങ്ങനെ കേൾക്കുക. അപ്പോൾ തന്നെ പിന്തുടരുന്നവരെ, തന്നെ നിരീക്ഷിക്കാനായിട്ട് പിന്തുടരുന്നവർ ചിലപ്പോൾ പുറകെ ഉണ്ടായിരിക്കും. അവർ വരുമ്പോൾ പെട്ടെന്ന് വയലിലാണെങ്കിൽ വയൽ പെട്ടെന്ന് ആ ഗോതമ്പ് വിള പെട്ടെന്ന് വലുതാകും. എന്നിട്ട് ഇവൾ അതിൻ്റെ മറവിലാകും. കാരണം ദൈവം പ്രകൃതിയെ പോലും അവൾക്ക് വേണ്ടിയിട്ട് അത്ഭുതകരമായിട്ട് രക്ഷാകവചമായിട്ട് ഒരുക്കുകയാണ്. അപ്പോൾ അവൾ കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ പലതരത്തിലും വേഷം മാറുന്നുണ്ട്.
അപ്പം ഇങ്ങനെ ഈ ഗോതമ്പ് വയലിലൂടെയൊക്കെ പോകുന്നത് കൊണ്ട് ഇവള് പിന്നീട് വിശുദ്ധിയായപ്പോൾ ഈ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫീസ്റ്റിന് വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ചില രാജ്യങ്ങളിലെല്ലാം. അത് ഇതിൽ നിന്നാണ് അങ്ങനെ വന്നത്. അപ്പോൾ പലതരത്തിലും വേഷം മാറി അവളിങ്ങനെ ക്രിസ്ത്യാനിറ്റി പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫാദറിനെ കണ്ടു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് മാമോദിസ സ്വീകരിക്കണം, മറ്റുള്ളവരെ പോലെ എനിക്കും ക്രിസ്ത്യാനി ആകണം. അപ്പോൾ സ്വമനസാലെ അവൾ ക്രിസ്തുമതം സ്വീകരിച്ചു. അപ്പൻ ഡയോസ്കോറസ് ഇതൊന്നും അറിയുന്നില്ല. അപ്പന് പ്ലാനുകളാണ് മോളെ കുറിച്ച്, ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അപ്പൻ പറഞ്ഞു, ഡയോസ്കോറസ് മോളോട് പറഞ്ഞു, മോളെ ഇവിടെ സേഫായിട്ടിരിക്കണം കേട്ടോ, അപ്പനൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പൻ പണിക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദേ നമ്മുടെ മോള് വലുതായി വരികയാണ്, അവൾക്ക് സുഖമായിട്ട് താമസിക്കാൻ ഇനി വലിയ ഒരു ഹൗസും കൂടി പണിയണം. ഈ ഹൗസിനോട് ചേർന്ന് വലിയ ബർത്ത് ഹൗസ് എന്ന് പറയാതെ അതും കൂടി നമുക്ക് പണിയണം. അങ്ങനെ വലിയൊരു ഹൗസ് പണിയാൻ തുടങ്ങി, ഇവൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അപ്പൻ പ്ലാൻ കാണിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെ പണിയണം. എന്നിട്ട് പറഞ്ഞ് 2 ജനലാണ് വെക്കേണ്ടത് കേട്ടോ, ഇങ്ങനെ വെക്കണം, ഇതിന് വേണ്ടിയിട്ട് 2 ജനൽ വെച്ച് ഇങ്ങനെ പണിയണം എന്നൊക്കെ പണിക്കാരോട് പറഞ്ഞിട്ട് അപ്പൻ ഒരു യാത്രയ്ക്ക് പോയി. അപ്പം അപ്പം പോയി കഴിഞ്ഞപ്പോൾ മോള് നോക്കിയപ്പം 2 ജനലാണല്ലോ, അന്നൊരു 3 ജനൽ വെക്കാം. കാരണം 3 പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ ആരാധിക്കുന്ന ഒരു വീടായിട്ട് എൻ്റെ വീട് തീരാൻ വേണ്ടിയിട്ട്, തൃത്വത്തോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് 1 ജനലും കൂടി വെക്കണമല്ലോ. എന്നിട്ട് പണിക്കാരോട് പറഞ്ഞത് 1 ജനലും കൂടി വെക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പണിക്കാർ നമ്മൾ പറഞ്ഞതിനനുസരിച്ചിട്ട് 1 ജനലും കൂടി വെച്ചു കൊടുത്തു. അപ്പോൾ അവൾക്ക് സന്തോഷമായി. അവളൊപ്പം തന്നെ ഈ ഒരു ചുമരുമ ഒരു കുരിശ് കൈ കൊണ്ട് ഇങ്ങനെ ഒരു കുരിശ് ഇങ്ങനെ വരച്ചു. ഇത് രക്ഷാകരമായ കുരിശാണ്, ക്രിസ്തുവിൻ്റെ കുരിശാണെന്നൊക്കെ ഇവൾ കേട്ടിട്ടുണ്ട്. ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ചു, അതുകൊണ്ട് അത് രക്ഷാകരമാണ്. ഇവള് ചുമരിൽ കുരിശ് വരച്ചപ്പം അത്ഭുതകരമായിട്ട് ആ ചുമരിങ്ങനെ അടയാളപ്പെടുത്തി വലുതായിട്ട്, അതായത് ഇരുമ്പുകൊണ്ടൊക്കെ ഇങ്ങനെ വരച്ച പോലെ ഒരു കുഴി പോലെ കുരിശ് രൂപം അവിടെ വന്നു. പിന്നീട് പറയുന്നത് ഈ ഭവനം അത്ഭുതങ്ങളുടെ ഭവനമായിട്ട് തീർന്നു. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈ ഭവനത്തിൽ വെച്ച് നടന്നു. ഈ ഭവനത്തിൽ പിന്നീട് ഒരിക്കലും അവളിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവളുടെ കാലടി പാദങ്ങൾ അവിടെ പതിഞ്ഞു. തൻ്റെ കാൽപാദം ആ സിമെന്റിൽ പതിഞ്ഞിട്ട് അവിടെ കാൽപ്പാടായിട്ട് അവിടെ നമ്മൾ മറ്റു വിശുദ്ധരുടെയൊക്കെ ചരിത്രത്തിൽ, വിശുദ്ധ തോമാസ് ലീഹയുടെ ഒക്കെ ചരിത്രത്തിൽ കേൾക്കുന്നത് പോലെ കാലടിപ്പാടുകൾ അവിടെ പതിഞ്ഞു. അതിപ്പോഴും കാണാറുണ്ട്. അപ്പം അങ്ങനെ ഈ ഭവനം ഇങ്ങനെ അത്ഭുതത്തിൻ്റെ ഭവനമായിട്ട് പിന്നീട് തീരുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ ദൈവത്തെ സ്തുതിച്ച് ജനലെ കൂടെ നോക്കി, എൻ്റെ ദൈവമേ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഉള്ളിൽ എത്ര സ്നേഹമാണ്, എൻ്റെ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പൻ യാത്ര കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അപ്പം വന്നപ്പോൾ ഞാൻ പോയപ്പോൾ 2 ജനൽ ഉണ്ടാക്കാനാണല്ലോ പറഞ്ഞത്, ഇപ്പം എന്താ 3 ജനൽ? പണിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്തത് ഇങ്ങനെ 3? അപ്പം പറഞ്ഞു, ഇത് മോള് പറഞ്ഞിട്ട്. അപ്പം മോള് വന്നിട്ട് വിശദീകരിച്ചു കൊടുത്ത്, അപ്പനറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതെ, ഇത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ത്രിത്വമാണ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഇതാണ് സത്യദൈവം. ഞാൻ ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പന് ഇടിവെട്ടേറ്റ പോലെയായി, അങ്ങോട്ട് ദേഷ്യം വന്നിട്ട്. അപ്പോൾ ഒരൊറ്റ അവിടെ ഇരിക്കുന്ന ഒരു വാളെടുത്തിട്ട് വെട്ടാനൊരൊറ്റ പോക്ക്. അപ്പോഴേക്കും അവൾ ഓടി മറിഞ്ഞ് പുറത്തേക്ക് ഓടി. പുറത്തേക്ക് ഇങ്ങനെ ഓടി. അപ്പോൾ അപ്പനും പിന്തുടർന്നു. എവിടെയാ അവള്? അപ്പം ഇവർക്കൊക്കെ ഈ പൈഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്യദേവന്മാരെന്ന് പറഞ്ഞാൽ അതിനെ ആരാധിച്ചാൽ പിന്നെ അവർക്ക് അതാണ് ചിന്ത. മോളുടെ ഒന്നും കണ്ണു കാണില്ല. അപ്പം മോളെ ഇറങ്ങി ഓടി മോളിങ്ങനെ പറമ്പിൽ കൂടെ പോയി. പിന്നാലെ അപ്പനും പോയി അന്വേഷിച്ച് ഇങ്ങനെ മോളിങ്ങനെ ചുറ്റി വളഞ്ഞ ഇങ്ങനെ പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോള് പെട്ടെന്നൊരു പാറയുടെ അടുത്ത്, വലിയ പാറയുടെ അടുത്ത്. അപ്പം മോൾക്ക് അങ്ങോട്ട് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റണില്ല. പാറ. കർത്താവേ,
അത്ഭുതകരമായിട്ട് ഈ പാറയിൽ തന്നെ ഒരു തുരങ്കമുണ്ടായി, പിളർന്ന് ഒരു തുരങ്കം പോലെയായി, ഒരു ശരിക്കൊരു ആയി. ഇവള് പെട്ടെന്ന് ആ തുരങ്കത്തിലേക്ക്, അതുവരെ ഉണ്ടായിരുന്നില്ല അവിടെ, പെട്ടെന്ന് ആ തുരങ്കത്തിന്റെ അടിയിലേക്ക് അവൾ കയറി. അപ്പൊ ആ തുരങ്കം അതൊക്കെ താന്നു. അതുകൊണ്ട് ഈ വിശുദ്ധയുടെ ചരിത്രം പഠിക്കുമ്പോൾ തുരങ്കം പ്രൊജക്ട് ഉണ്ടാക്കുന്നവരുടെയൊക്കെ മധ്യസ്ഥയാണ് ബാർബര. തുരങ്കം ഉണ്ടാക്കുന്നവര് ബാർബറയുടെ സ്റ്റാച്യൂസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ബാർബറയുടെ ബഹുമാനാർത്ഥമുള്ള ചെറിയ ദേവാലയങ്ങൾ തുരങ്ക കവാടത്തിൽ ഉണ്ടാക്കിയതിനു ശേഷമാണ് അവർ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ്, തുരങ്കം കുഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, സംരക്ഷണാർത്ഥമാണ്. അതിനു മുൻപ് ഇതിനോടുള്ള ബഹുമാനാർത്ഥം ദിവ്യബലികളൊക്കെ അർപ്പിച്ചിട്ടാണ്, പ്രാർത്ഥിച്ചിട്ടൊക്കെയാണെന്നുള്ളത് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവൾ അതിൻ്റെ അടിയിലാണ്. അപ്പൊ ഈ അപ്പ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, എവിടെ അവളവിടെ? അപ്പോൾ കാണാനില്ല. അപ്പൊ 2 ആട്ടിടയന്മാരും ആടും അവിടെ നിൽക്കണ്ടായിരുന്നു. ആടുകളും അവരെ നോക്കണ ആട്ടിടയന്മാരും നിൽക്കണ്ട. എൻ്റെ മോളിതിലെങ്ങാനും പോയാ? അപ്പോൾ ഒരാട്ടിടയന് മനസ്സിലായി ഇതെന്തോ ഒരു പന്തികേടാന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇല്ല, ആരെയും ഇവിടെ കണ്ടില്ലല്ലോ. അപ്പൊ മറ്റേ ഇടയൻ പറഞ്ഞു, അങ്ങോട്ട് പോയിട്ടുണ്ട്, നിങ്ങളുടെ മോളാണ്, അങ്ങോട്ട് പോയിട്ടുണ്ട്, ആ പാറയുടെ അടിയിലുണ്ട് എന്ന് പറഞ്ഞു, തുരങ്കത്തിന്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം പോയിട്ട് അവളെ പിടിച്ച പാറയുടെ തുരങ്കത്തിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടില് വീണ്ടും തുറങ്കിലടിച്ചിട്ട് പറഞ്ഞു, ചങ്ങലക്കിട്ടിട്ട് പറഞ്ഞു, ഇനി ഇറങ്ങി പോകരുത്, അവസാനത്തെ വാണിംഗ് ആണ്, മര്യാദക്ക് നമ്മുടെ മതത്തിലേക്ക് വന്നു, വേണ്ടാത്ത മതത്തിലേക്ക് നീ പോകരുത്, ആ ദൈവത്തെ വേഗം ഉപേക്ഷിക്ക്, നീ ഒരാഴ്ചക്ക് നിന്നെ ഞാനിവിടെ പട്ടിണിക്ക് ഇടും, ഒരാഴ്ച കഴിയുമ്പോൾ നീ മറുപടി പറയണം, നീ മാറി എങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു, നിന്റെ ഈ പുതിയ വിശ്വാസം മാറിയെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു. പട്ടിണിക്ക് അവളെ ഇട്ടു. ഒരാഴ്ച ഒന്നും കഴിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പം വന്നിട്ട് വെച്ചു, ഇപ്പം എന്തായി, മാറാറായോ, നമ്മുടെ മതത്തിലേക്ക് തന്നെ വരാറായോ, നിന്റെ ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിക്കാറായോ? അപ്പോൾ പറഞ്ഞു, മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ സ്നേഹിക്കുന്ന ആ ഈശോയെയാണ്, ഞാൻ ആരാധിക്കുന്ന ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, അതിനൊരു മാറ്റവുമില്ല അപ്പ എന്ന് പറഞ്ഞു. അപ്പം അവന് ദേഷ്യം വന്നു. വേഗം ഇവളെ പിടിച്ച് പുറത്ത് കൊണ്ടുപോയി നാടിൻ്റെ പ്രീഫെക്റ്റിൻ്റെ അടുത്തേക്ക്, രാജ്യത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി, രാജ്യത്തിൻ്റെ അധികാരികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പ്രീഫെക്റ്റിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവം. അപ്പോൾ അവരെല്ലാവരും, നമുക്ക് ഇവളെ പീഡിപ്പിക്കാം, ഇവളെ നാണം കെടുത്താം. അപ്പോൾ ഇവളെ അടിക്കാൻ തുടങ്ങി. കുറേ ഇങ്ങനെ അടിച്ചപ്പോൾ ഇങ്ങനെ മുറിവേറ്റു. ആദ്യം തന്നെ അവളെ അവിടെയും കൊണ്ടുപോയിട്ട് ഇരുട്ടുമുറിയിലിട്ടു. അന്ന് രാത്രിയിൽ ഇരുട്ടുമുറിയാണെങ്കിലും തന്നെ പ്രകാശം, സ്വർഗത്തിൻ്റെ ഒരു പ്രകാശം മുറിയിൽ പ്രകാശിച്ചു. അവൾക്ക് അപ്പോൾ പേടി ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമാണ് അവളെ കൊണ്ട് കെട്ടി അടിച്ചപ്പം മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി മാലാഖമാര് ഈശോയും വന്ന് അവളുടെ മുറിവ് സൗഖ്യപ്പെടുത്തി. പിറ്റേ ദിവസം നോക്കിയപ്പോൾ തലേ ദിവസത്തെ മുറിവൊന്നും കാണാനില്ല. അപ്പം അവർക്ക് ദേഷ്യം കൂടി. അപ്പം അവർ വീണ്ടും അടുത്ത പീഡനമുറകളായി. നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, നാട് മുഴുവൻ നടത്താം. കുതിരപ്പുറത്ത് ഇവളെ നാട് മുഴുവൻ ഇങ്ങനെ നടത്തിക്കൊണ്ട് നടന്നു. അങ്ങനെ നാട് മുഴുവൻ അടിച്ചടിച്ച് പട്ടാളക്കാരുടെ പിന്നിലൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പം ജുലിയാന എന്ന് പറയുന്ന വേറൊരു യുവതിക്ക് ഈ ക്രിസ്ത്യാനിറ്റിയോടും ഇവളോടും ഒരു ആരാധന തോന്നി. അവളും കൂടെ ഈ ബാർബറയുടെ കൂടെ കൂടി. അപ്പോൾ 2 പേരും കൂടിയാണ് പിന്നെ പീഡനങ്ങൾ ഏൽക്കുന്നത്. അപ്പോൾ വീണ്ടും വരെ പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്ത, നിങ്ങൾ ഞങ്ങളെ കൊന്നാലും ശരി, എന്നെ കൊന്നാലും ശരി, ഞാൻ അതിൽ നിന്ന് മാറില്ല, കട്ടായം അവളങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പീഡനം കൂട്ടി. അവർ പറഞ്ഞു, ഇവരുടെ ഈ ഡ്രസ്സ് അവിടെ കീറാൻ പറഞ്ഞു. അപ്പോൾ പതുക്കെ പെൺപിള്ളേരാണല്ലോ, അവരുടെ ഡ്രസ്സ് അങ്ങോട്ട് കീറാൻ പോയപ്പോഴത്തേനും പെട്ടെന്ന് സ്വർഗം മാലാഖമാർ ഇടപെട്ട് ഒരു കവറിങ് അവരുടെ മേലെ കൂടെ ആക്കി അവരെ അതിൽ നിന്നും രക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഇതെല്ലാം, ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ചില പീഡകർക്കും ഇവരുടെ ഈ ധൈര്യവും ഈ സ്നേഹവും, ഇവർക്കൊന്നും മുഖത്തൊരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല. ഇതെല്ലാം കണ്ടപ്പോൾ അവർക്കും ഈ ദൈവത്തോടുള്ള വിശ്വാസം കൂടി, അവരും വിശ്വാസം ഏറ്റുപറയാനുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ കൂടുന്നു. അപ്പം ഈ അപ്പൻ എന്തായാലും ദേഷ്യം തന്നെ ദേഷ്യം. അപ്പം പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവരോട് പറഞ്ഞു, എന്നാൽ നീ കത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ കത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ചൂട്ടെല്ലാം ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ കൊളുത്തിയിട്ട് ഇവരെ കത്തിക്കാൻ കൊണ്ടുവരുന്നു. ഇവരുടെ അടുത്തെത്തുമ്പം അത് കെട്ടുപോകുന്നു. വീണ്ടും തീയെടുത്ത് കത്തിക്കാൻ വരുന്നു, കെട്ടുപോകുന്നു. വീണ്ടും കത്തിക്കാൻ വരുമ്പോൾ കെട്ടുപോകുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നടക്കണ പണിയല്ല. അപ്പോൾ അപ്പൻ്റെ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, എന്തായാലും ക്രിസ്തുവിനെ ഇവർ ആരാധിച്ചാൽ, പേഗൺ മതത്തെ ഇവർ ആരാധിച്ചില്ലെങ്കിൽ നമുക്ക് ഇവരെ കൊല്ലണം. അപ്പം പറഞ്ഞു,
ഞാൻ തന്നെ കൊല്ലാന്ന് പറഞ്ഞിട്ട് ഈ അപ്പനുണ്ടല്ലോ ഡയോസ്കോറസ് ഈ ദേവന്മാരുടെ മലയിലേക്ക് ഇവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു വാളെടുത്തിട്ട്, അപ്പോൾ ഇവൾക്കറിയാം എന്നെ കൊല്ലാൻ പോവാന്ന്. ഇവൾ സന്തോഷപുറം നിന്ന് കൊടുത്തു. വാളെടുത്തിട്ട് ഈ ഡയോസ്കോറസും അപ്പോൾ ഉണ്ടായിരുന്ന മാർട്ടീനിയസും കൂടെയുണ്ട്. ഇവളെ അങ്ങോട്ട് വെട്ടി. അപ്പം തന്നെ ഇവളുടെ തല ഛേദിക്കപ്പെട്ടു, ഇവളുടെ ജീവൻ പോയി. ആ സമയം ഈ അപ്പൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഇടി അങ്ങോട്ട് മിന്നി ഇറങ്ങി. അപ്പൻ ആ ഇടിമിന്നലിൽ കത്തിപ്പോയി. കൂടെ ഉണ്ടായിരുന്ന മർട്ടീനിയസും കത്തിപ്പോയി. അവരുടെ ചാരം പോലും കിട്ടിയില്ല, അവർ വേപ്പറായിട്ട് പോയി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇത് റോമൻ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇതിൻ്റെ ഈ ഭയങ്കരമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ഈ അവിശ്വസനീയമായ വിധത്തിലുള്ള ഈ ചരിത്രങ്ങൾ കാരണം ചില രേഖകളിൽ നിന്ന് ഇത് മാറിപ്പോയി. പക്ഷെ ചില രേഖകളിൽ ഇത് ഉണ്ട്. പിന്നെ ഓരോ നൂറ്റാണ്ടിലും വീണ്ടും ഈ ചരിത്രങ്ങൾ വീണ്ടും ഇങ്ങനെ പഠിച്ച് വന്നു. എന്നിട്ട് ഈ ബാർബറയുടെ ബോഡി അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ വ്യക്തി തന്നെ എടുത്ത് അത് ആരാധനപരമായിട്ട് അടക്കം ചെയ്തു. ഇപ്പോഴും ബാർബറയുടെ പൂജ്യാവശിഷ്ടങ്ങളുടെ ചില ഭാഗങ്ങൾ ചില പള്ളികളിലേക്ക് കൊണ്ടുവന്ന് പല പള്ളികളിലേക്ക് കൊണ്ടുവന്നു. പല ഓർത്തഡോക്സ് വിഭാഗക്കാരും ഈ ബാർബറയെ അത്യധികമായിട്ട് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഡിസംബർ 4-നാണ് 306 ഡിസംബർ 4-നാണ് കൊല്ലപ്പെടുന്നത്, രക്തസാക്ഷിത്വം വരിക്കുന്നത്. അന്ന് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പിന്നീട് നടക്കുകയാണ്. ഈ കല്ലറ ഇവരുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക്, ഇവരെ അടക്കം ചെയ്യുന്നവർക്കൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നു. ബാർബറയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഈ അത്ഭുതങ്ങൾ ഈ മരണനേരത്തും ഈ ജീവിത കാലഘട്ടത്തിലൊക്കെ ഒത്തിരിയേറെ അതിസ്വാഭാവികമായ അത്ഭുതങ്ങൾ നടന്നതുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങളുടെ മധ്യസ്ഥയാണ്. ഇടിമിന്നലിന്റെ മധ്യസ്ഥ, എയർഫോഴ്സിന്റെ മധ്യസ്ഥ, തീയുമായിട്ട് ആയുധങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ സുരക്ഷാ സേനയുടെ പല എഞ്ചിനീയേഴ്സിന്റെ, കെമിക്കൽ എഞ്ചിനീയേഴ്സിന്റെ, മൈനിങ്ങിന്റെ, ഖനികളുടെ, അങ്ങനെ ഒത്തിരിയേറെ വിഭാഗങ്ങളുടെ മധ്യസ്ഥയാണ്. അതിനെല്ലാം കാരണം ഇതാണ്. തീ ഇറങ്ങി, അഗ്നി ഇറങ്ങി ഈ വലിയ അത്ഭുതങ്ങൾ അവിടെ ചെയ്തതുകൊണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് മരിക്കുന്നവരുടെയും കൂടി മധ്യസ്ഥയാണ് വരുന്നത്. പല രാജ്യങ്ങളും, ഒത്തിരിയേറെ രാജ്യങ്ങളുണ്ട്. കുറേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കുറേ രാജ്യങ്ങൾ, കനേഡിയൻസ്, ഐറിഷ് രാജ്യങ്ങൾ, ഒത്തിരി രാജ്യങ്ങൾ ഈ ബാർബറയുടെ ഫീസ്റ്റ് വളരെ ആരാധനയോടെ, വളരെ ആത്മീയതയോടെ ആഘോഷിക്കുന്നുണ്ട്. അവിടെ ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ആഘോഷങ്ങൾ, രീതികൾ, ഫോട്ടോകൾ വെക്കല്, ദേവാലയങ്ങൾ പണിയല്, പ്രൊസഷനാകല്, ബഹുമാനാർത്ഥം ഭക്ഷണം കൊടുക്കല്, പാട്ടുകൾ എഴുതല്, നാടകങ്ങൾ, സിനിമ ഒക്കെ ബാർബറയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം ചെയ്യുന്നത്, ബാർബറ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു കസ്റ്റമുണ്ട്. ഡിസംബർ 4-ാം തീയതി അവരൊരു ചെടി അവരൊരു പാത്രത്തിൽ ഈ നിയോഗത്തിൽ ഡിസംബർ 4-ാം തീയതി വെക്കും. അവരുടെ വിശ്വാസം അനുസരിച്ച് അത് ഡിസംബർ 25-ന് ആ ചെടിയുടെ ബ്രാഞ്ചിൽ പൂവുണ്ടാകും. അതുകൊണ്ടാണ് അതിന് ബാർബറ ബ്രാഞ്ച്. അപ്പൊ ബാർബറ ഒത്തിരിയേറെ കാര്യങ്ങളുടെ മധ്യസ്ഥയാണ്. ഇന്നും ഒത്തിരി രാജ്യങ്ങളിൽ ഡിസംബർ 4 ഭയങ്കര ആഘോഷമായിട്ട് ഫീസ്റ്റ് ആഘോഷിക്കുകയാണ്. ഒത്തിരിയേറെ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ കുടുംബങ്ങളിലെ ഒത്തിരിയേറെ അമ്മമാര് ഇടിമിന്നലിലൊക്കെ പ്രാർത്ഥിക്കും, വിശുദ്ധ ബാർബറയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. എന്തായാലും സ്വർഗം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വലിയൊരു വിശുദ്ധയാണ്, മധ്യസ്ഥയാണ്, രക്തസാക്ഷിയാണ് വിശുദ്ധ ബാർബറ. കണ്ടോ, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ തീക്ഷ്ണമായ ഒരു ജീവിതം. വിശുദ്ധ ബാർബറ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മധ്യസ്ഥയായിരിക്കട്ടെ. എല്ലാ മേഖലകളും ഇതിനകത്ത് ഉൾക്കൊള്ളും. വിശുദ്ധ ബാർബറയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള വലിയ ശക്തി തരണമേ എന്നും, നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ഇടപെടണമേ എന്നും, എല്ലാ മേഖലയിലും ഇടപെടുന്നവർക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ബാർബറയോട് നമുക്ക് മധ്യസ്ഥം വഹിക്കാം. ഈ വിശുദ്ധയുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ.